കോൺഗ്രസ് സൂചിപ്പിച്ചതുപോലെ വളരെ സജീവമായിട്ട് സമരരംഗത്തുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു യുവജന സംഘടന കൂടിയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തവണ നമുക്ക് പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വെറുത്തിരിക്കുന്ന ഒരു സർക്കാരായിട്ട് പിണറായി വിജയന്റെ സർക്കാർ മാറി. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്കറിയാം, ഏറ്റവും അവസാനം ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് അതിദരിദ്ര കേരളം എന്നൊക്കെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അത് തന്നെ നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ പരിശോധിച്ചാൽ തന്നെ ഒട്ടനവധി കുടുംബങ്ങൾ ഇന്നും വളരെയധികം ദുരിതം അനുഭവിക്കുന്ന, ഒരു നേരത്തിന് ഭക്ഷണം കിട്ടാൻ പോലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേരളത്തിലെ ജനത തിരിച്ചറിയുന്നു. BJP CPM കൂട്ടുകെട്ട് നമ്മൾ നേരത്തെ പറയുന്നതാണ്. പക്ഷെ അത് ഇന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ PM ശ്രീ പദ്ധതി ഉൾപ്പെടെ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് പിണറായി സർക്കാർ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്ന UDF തിരിച്ചു വരണം. വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒക്കെ കാലത്ത് നടന്ന ആ വികസന പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോകണം എന്നാണ് കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് യൂത്ത് കോൺഗ്രസും ഈ സർക്കാരിനെതിരെ കഴിഞ്ഞ നാളുകളിലൊക്കെ വളരെയധികം സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു.